ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പത്മകുമാറിനെ തള്ളി പാർട്ടി വിശ്വസിപ്പിച്ച് ചുമതല ഏൽപ്പിച്ചവർ പാർട്ടിയോട് നീതി പുലർത്തിയില്ല എന്ന് എം.വി. ഗോവിന്ദൻ. കുറ്റപത്രം സമർപ്പിച്ച ശേഷം ശക്തമായ നടപടി ഉണ്ടാകുമെന്നും CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ എം.വി. ഗോവിന്ദൻ നിലപാട് വ്യക്തമാക്കി. CK അഭിലാൽ ചേരുന്നുണ്ട്. അഭിലാൽ, ജില്ലാ കമ്മിറ്റിക്ക് മുൻപാകെ ഉള്ള യോഗമായിരുന്നു, സംസ്ഥാന സെക്രട്ടറി പങ്കെടുത്ത യോഗമായിരുന്നു. ഇക്കാര്യത്തിൽ പത്മകുമാറിന്റെ ഭാവി എന്തെന്നാണ് CPM എടുക്കുന്ന നിലപാട്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് മുഖ്യ അജണ്ടയാക്കിയാണ് ഇന്ന് യോഗം വിളിച്ചത്. ജില്ലാ കമ്മിറ്റി ആയിരുന്നില്ല, മറിച്ച് ഏരിയ സെക്രട്ടറിമാരെ കൂടി ഉൾപ്പെടുത്തിയുള്ള വിപുലമായ നേതൃയോഗമാണ് 2.5 മണിക്കൂർ സമയം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ചേർന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ തന്നെ സജീവമായി മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഘട്ടമാണ്. അതിനാൽ തന്നെ തിരഞ്ഞെടുപ്പ് രംഗത്ത് NDAയും UDFും ശക്തമായ പ്രചാരണ വിഷയമായി ഇത് മാറ്റുന്ന പശ്ചാത്തലത്തിലാണ് എം.വി. ഗോവിന്ദൻ നേതാക്കളോട് കാര്യങ്ങൾ അല്പമെങ്കിലും വിശദീകരിച്ചത്. അതായത് പാർട്ടി വളരെ വിശ്വാസത്തോടു കൂടി ഏൽപ്പിച്ച ചുമതലകളിൽ ചിലർ വലിയ തോതിലുള്ള പാർട്ടിയെ അവിശ്വസിക്കുന്ന അല്ലെങ്കിൽ വിശ്വാസ വഞ്ചനയ്ക്ക് ഇടയാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പലരും കാഴ്ചവെച്ചു. അത്തരത്തിൽ ആരെയും വെറുതെ വിടുന്നില്ല, അത്തരത്തിൽ ഒരു സമീപനം പാർട്ടിക്കില്ല. കുറ്റം ചെയ്തവർ ആരൊക്കെ തന്നെയാണോ അവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകും. അതേസമയം അറസ്റ്റിലായിട്ടുള്ള പത്മകുമാറിനെതിരെ ഞൊടിയിടയിൽ നടപടിയിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളതാണ് സംസ്ഥാന സമിതിയുടെ തീരുമാനം എന്നുള്ള തരത്തിലുള്ള പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഇന്ന് നേതൃയോഗത്തിൽ ഉണ്ടായത്. കുറ്റപത്രം സമർപ്പിച്ച ശേഷം അതിലെ പരാമർശങ്ങൾ എത്രത്തോളം ഗൗരവകരമാണ് എന്ന് പരിശോധിച്ച ശേഷം ആവശ്യമെങ്കിൽ നടപടിയിലേക്ക് പോകണം എന്നുള്ളതാണ് സംസ്ഥാന നേതൃത്വം ഇപ്പോഴത്തെ നിലപാട് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്നും വ്യക്തമാകുന്നത്. എൻ വാസു കേവലം ഉദ്യോഗസ്ഥനായിരുന്നുവെങ്കിൽ പത്മകുമാർ പാർട്ടിയുടെ വളരെ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന ആളും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റുമാണ്. അതേസമയം തന്നെ SIT ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കുറ്റപത്രം നൽകിയ ശേഷം നടപടി എന്ന് പറയുമ്പോൾ ഇതിനൊക്കെ ഇനി എത്ര താമസം വരും? കോടതിയുടെ നടപടിക്രമങ്ങളാണ്, അതിന്റെ തുടക്കത്തിൽ മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ അത്രയും കാലം എന്ത് നിലപാട് എന്നുള്ള ഒരു ചോദ്യം, ഒരു സംശയമായി നിൽക്കില്ലേ അവിടെ? പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത ദിവസം CPM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദന്റെ പ്രതികരണം വളരെ ശ്രദ്ധയെ ആകർഷിക്കുന്നതായിരുന്നു. അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നതുകൊണ്ട് പത്മകുമാർ കുറ്റക്കാരനാണെന്ന് കാണാനാകില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായ പ്രതികരണം. ചുരുക്കത്തിൽ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ വളരെ വേഗത്തിൽ സംഘടനാപരമായ നടപടിയിലേക്ക് പോയാൽ പത്മകുമാറിനെ പാർട്ടി കൂടി തള്ളിപ്പറയുന്നു. ചുരുക്കത്തിൽ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത ഘട്ടത്തിൽ കുറ്റക്കാരനാണെന്ന് പാർട്ടി സ്ഥാപിക്കുന്നു നടപടിയിലൂടെ എന്നുള്ള തരത്തിലുള്ള ഒരു പ്രതീതി പൊതുവെ സൃഷ്ടിക്കപ്പെടുകയും അത് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് പൊതുവായി എതിരായി വരുന്ന ജനവിധിയിലേക്ക് കാര്യങ്ങളെ എത്തിക്കാനുള്ള സാധ്യത കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ഒരു ജാഗ്രത എന്ന് വേണം നമുക്ക് കണക്കാക്കാൻ. SIT ഇതുവരെ സ്വീകരിച്ച നടപടികളെല്ലാം ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്നാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ സർക്കാരിന്റെ താല്പര്യത്തിനനുസരിച്ചാണ് SITയുടെ പ്രവർത്തനം എന്ന് വിശദീകരിക്കാനാണ് പാർട്ടി താല്പര്യപ്പെടുന്നത്. താഴേക്കടയിൽ ഇതേ സമാനമായ രീതിയിലുള്ള പ്രവർത്തനവും വിശദീകരണവും വേണം എന്നുള്ള താല്പര്യം കൂടി സംസ്ഥാന നേതൃത്വം താഴേക്കടയിലേക്ക് പങ്കുവെക്കുകയാണ്. എത്രയും വേഗത്തിൽ കേസിന്റെ അന്വേഷണം പൂർത്തിയാക്കി കുറ്റക്കാർക്കെതിരെ നടപടികൾ ഉണ്ടാകണമെന്നുള്ള താല്പര്യം സംസ്ഥാന സർക്കാരിനുണ്ട്. അത് പൊതുജനങ്ങളോടും പാർട്ടിയുടെ താഴേക്കിടയിലെ ഘടകങ്ങളോടും വിശദീകരിക്കാനുള്ള നിർദ്ദേശം കൂടി ഇന്ന് ചേർന്ന നേതൃയോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി നിർദ്ദേശമായി നൽകിയിട്ടുമുണ്ട്. CK അഭിലാലാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പത്മകുമാറിനെ കൈവിടുന്ന പാർട്ടി, പക്ഷേ ചുമതല ഏൽപ്പിച്ചവർ പാർട്ടിയോട് നീതി പുലർത്തിയില്ല എന്ന് എം.വി. ഗോവിന്ദൻ പറയുമ്പോഴും കുറ്റപത്രം സമർപ്പിച്ച ശേഷം ശക്തമായ നടപടി ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പോൾ